ഡോക്ടർമാരായാൽ അതീവ ജാഗ്രതയുള്ളവരും ആശുപത്രിയിൽ വളരെ അച്ചടക്കമുള്ളവരുമാണെന്നാണ് നമ്മുടെയെല്ലാം ചിന്ത. എന്നാൽ ഈ അച്ചടക്കത്തിന്റെ പരിധികൾ വിട്ട ചിലരുണ്ട് കർണാടകയിൽ. ഗഡാഗിലെ സർക്കാർ ആശുപത്രിയിൽ 38 ഹൗസ് സർജന്മാർ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ റീൽസ് ഷൂട്ട് ചെയ്തും ചിത്രദുർഗയിൽ ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടത്തിയുമാണ് അച്ചടക്കം ലംഘിച്ചത്. ഇവരെയെല്ലാം കർണാടക സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഗഡാഗിലെ സർക്കാർ ആശുപത്രി പരിസരത്ത് വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഷൂട്ട് ചെയ്ത ഇൻസ്റ്റഗ്രാം റീൽ വൈറലാവുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഗഡാഗിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടറാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചത്. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് റീൽസ് ഷൂട്ട് ചെയ്തതെന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഡയറക്ടർ റിപ്പോർട്ടിൽ വിലയിരുത്തി. 38 പേരും MBBS പൂർത്തിയാക്കിയ ശേഷം ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു. ചിത്രദുർഗയിലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റിട്ട ഹൗസ് സർജൻ സേവ് ദി ഡെഡ് ചിത്രീകരിച്ചത്. കൂടെയുള്ള ഹൗസ് സർജന്മാരാണ് സൗകര്യമൊരുക്കിയത്. ഒരു സഹപാഠി രോഗിയായി കിടന്നു. ഇയാളെ ശസ്ത്രക്രിയ നടത്തുന്നതും എല്ലാമായിരുന്നു സേവ് ദി ഡെഡ് വീഡിയോ. സഹപാഠികളാണ് ക്യാമറയും ലൈറ്റിങ്ങും എല്ലാം ചെയ്തത്. ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ തമാശ പറയുന്നതും ചിരിക്കുന്നതുമെല്ലാം വീഡിയോയിലുണ്ടായിരുന്നു. ഇത് വൈറലായി. ഡോക്ടർ അല്ലാത്ത പ്രതിശ്രുത വധുവിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ധരിക്കുന്ന വസ്ത്രം ഇടിയിച്ചായിരുന്നു ഷൂട്ട്. വൈറൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടർ അഭിഷേകിനെ സസ്പെൻഡ് ചെയ്യാൻ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ഉത്തരവിട്ടു. ദേശീയ ആരോഗ്യ മിഷനിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡോക്ടർ അഭിഷേക്. 2 മാസം മുമ്പാണ് അഭിഷേക് ജോലിയിൽ പ്രവേശിച്ചത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കുറച്ചുനാളായി അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഷൂട്ടിംഗ്. ഡോക്ടർമാർ ഇങ്ങനെ അച്ചടക്കമില്ലാതെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും അംഗീകരിക്കില്ലെന്ന് ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ നിലനിൽക്കുന്നത് ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ്, അല്ലാതെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല. ഡോക്ടർമാരുടെ ഇത്തരം അച്ചടക്കമില്ലായ്മ അംഗീകരിക്കാനാകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരടക്കം സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആശുപത്രികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു.